ഈയിടെ സന്യസ്തരുടെ ഒരു സിമ്പോസിയം നടക്കുകയായിരുന്നു. അതിൽ കൂടുതൽ പേരും സിസ്റ്റേഴ്സ് തന്നെയായിരുന്നു, അച്ഛന്മാർ എണ്ണത്തിൽ കുറവായിരുന്നു. ആ സിമ്പോസിയത്തിൻ്റെ വിഷയം ഇതായിരുന്നു: ഈ ഈശ്വര വിശ്വാസമില്ലായ്മ കൊണ്ട് വരുന്ന പ്രത്യാശയില്ലായ്മ, ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം. അത് കഴിഞ്ഞ് അവസാനത്തെ ഒരു പാനൽ ഡിസ്കഷൻ വന്നപ്പോഴാണ് പാറോപ്പടി സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ ജോൺ മണ്ണാറത്തറ, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ജെൻഡർ ഇക്വാളിറ്റി സഭയ്ക്കകത്ത് എത്രമാത്രമുണ്ട്, അത് ഒന്ന് വിലയിരുത്തേണ്ടതല്ലേ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ കഴിഞ്ഞ വനിതകളുടെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് മത്സരമാണ്. വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പല പ്രാവശ്യം ചാമ്പ്യന്മാരായിട്ടുണ്ട്, ഇല്ലേ? വൺ ഡേയിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്, ടെസ്റ്റിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്, 2020 ചാമ്പ്യന്മാരായി. എല്ലാം ആണുങ്ങളാണ്. പെണ്ണുങ്ങളുടെ കളി, ഞാൻ ആണുങ്ങളുടെ ഈ ക്രിക്കറ്റ് കാണുമെങ്കിലും പെണ്ണുങ്ങളുടെ കളി അധികം കാണാറില്ല. കാരണം മറ്റതിൻ്റെ ഒരു വാശി, ഒരു ത്രില്ല് ഇതിനില്ലല്ലോ. നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള ചിന്താഗതി കൊണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ജെമീമ റോഡ്രിഗസ് കളിച്ച് സെഞ്ചുറി അടിച്ചു സെമി ഫൈനലിൽ. അപ്പോഴത്തേക്ക് ഇതിനോട് ഒരു അട്രാക്ഷൻ, കാരണം ഇവരും നന്നായിട്ട് കളിച്ചു വരുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ കളി വീണ്ടും ഞാൻ ഇതിൻ്റെ വീഡിയോ റീവൈൻഡ് ചെയ്ത് കണ്ടു. താല്പര്യം തോന്നി, കാരണം നന്നായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇത് മുഴുവൻ നേരം ഇരുന്ന് കണ്ടു. ഫൈനൽ കണ്ടു, ഇവർ ജയിച്ചു. ഇതിൻ്റെ ചാമ്പ്യന്മാരായി ട്രോഫി വിതരണം ചെയ്യുന്ന രംഗമാണ്. ആ വിതരണം ചെയ്യുന്ന രംഗത്താണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം എന്താണ്, ഈ കളിച്ച 11 പേര്, പിന്നെ ബെഞ്ചിലിരുന്ന ബാക്കിയുള്ളവർ, അവരെല്ലാവരും ട്രോഫി മേടിക്കുന്ന സന്തോഷം. പക്ഷേ അവരെ കൂടാതെ ചില കഥാപാത്രങ്ങൾ, പ്രതിമ റാവൽ, അതായത് സെമി ഫൈനലിന് മുമ്പ് നന്നായിട്ട് കളിച്ചു, ഉറപ്പായിട്ടും ഫൈനലിൽ വന്നാൽ ഇവൾ വലിയ കളിക്കാരി ആയിരിക്കുമെന്ന് ഉറപ്പ് വരുത്തിയ ആൾ പരിക്ക് പറ്റി, സെമി ഫൈനലും കളിക്കാൻ പറ്റിയില്ല, ഫൈനലും കളിക്കാൻ പറ്റിയില്ല. ആ കളിക്കാരിയെ ബാക്കി കൂട്ടുകാരികൾ, ഈ ട്രോഫി മേടിക്കുന്ന ഫൈനലിൽ ജയിച്ച പാർട്ടികൾ വീൽ ചെയറിൽ, അവളുടെ കാലില പരിക്ക്, വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് വന്ന് ഈ ട്രോഫി വിതരണം ചെയ്യുന്ന മൈതാനത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ടോ അതിലെ ഒരു കളിക്കാരത്തി, അവൾക്ക് കിട്ടിയ മെഡല്, നിയമമനുസരിച്ച് ഈ കളിക്കാർക്ക്, ഫൈനലിൽ കളിച്ചവർക്ക് മാത്രമേ മെഡലുള്ളൂ, പരിക്ക് പറ്റി പോയവർക്കില്ല. പക്ഷേ ഈ മെഡല് കിട്ടിയ അവൾ ഒരുത്തി കഴുത്തിൽ നിന്ന് മെഡലൂരി ഈ വീൽ ചെയറിലിരിക്കുന്ന പ്രതിമയ്ക്ക് ഇടുക. അവൾ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ നിർബന്ധിച്ചു കൊടുക്കുക. ഇത് ഒരിക്കലും ആണുങ്ങൾ പല പ്രാവശ്യം ട്രോഫി നേടിയിട്ടുണ്ടെങ്കിലും കാണാത്ത ഒരു കരുതലല്ലേ, ഹൃദയത്തിൻ്റെ കവിഞ്ഞൊഴുകലല്ലേ. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് കണ്ട ഏറ്റവും വലിയ ബൗളർ ഗോസ്വാമി, ആ കളിക്കാരിയെ, പഴയ കളിക്കാരിയെ റിട്ടയർ ചെയ്ത് കൊണ്ടുവരിക. മിഥാലി എന്ന ബാറ്റ്സ്വുമൺ കൊണ്ടുവരിക. ഇങ്ങനെയുള്ള പഴയ കളിക്കാരെയെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇന്ത്യ ഈ വേൾഡ് കപ്പിൽ കളിച്ചിട്ടും സെമി ഫൈനൽ വരെ എത്തി, ഫൈനൽ വരെ എത്തി, ട്രോഫി വാങ്ങിക്കാൻ പറ്റാതെ പരാജയപ്പെട്ട് സങ്കടപ്പെട്ടു പോയ പ്രധാന കളിക്കാരെയൊക്കെ ഈ സമ്മാനം വിതരണം ചെയ്യുന്ന ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരിക, അവരുടെ ഇതിലേക്കൊക്കെ ട്രോഫി കൊടുക്കുക. ഇതൊരിക്കലും ആണുങ്ങളുടെ ക്രിക്കറ്റ് കളിയിൽ കാണാത്ത കാര്യമാണ്. ഇതൊരു സ്ത്രൈണ ഭാവമാണ്. ജയത്തിൽ, വിജയത്തിൽ ഇതുവരെ കളിച്ചവരെ, കളിച്ച് പരാജയപ്പെട്ടവരെ, പരിക്ക് പറ്റിയവരെ, ഇവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നത് ഞങ്ങളുടെ മാത്രം നേട്ടമല്ല, നിങ്ങളുടേതും കൂടെയാണെന്ന് പറയുന്ന ഭാവം. സിമ്പോസിയത്തിൻ്റെ അവസാനം അച്ഛൻ ഉന്നയിച്ചത് ജെൻഡർ ഇനക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കാവുന്ന. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ജെൻഡർ ഇനക്വാളിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു സമൂഹം തന്നെയല്ലേ കേരളത്തിലെ സമൂഹം. അത് സഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും. പക്ഷെ കൃത്യമായിട്ട് സഭയ്ക്കകത്തെ കാര്യം തന്നെ വിമർശന ബുദ്ധിയാ ചർച്ച ചെയ്യാനുള്ള വേദിയായിരുന്നു അത്. കാരണം എന്താണ്, ഈ സഭയുടെ ആദി രൂപമായിട്ട് നിൽക്കുന്ന, ഇതിൻ്റെ ഗുരുവാരനായിട്ട് നിൽക്കുന്ന ജീസസ്, ഈശോയുടെ കാഴ്ചപ്പാടിൽ
എന്തായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള അവസ്ഥ? വളരെ കൃത്യമാണ്. ഈശോയുടെ സങ്കല്പത്തിൽ ദൈവം അപ്പനാണ്, എല്ലാവരും മക്കളാണ്. അതിനെ ആ ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് ഈശോ പറഞ്ഞു വെച്ചത്. എല്ലാവരും ഒരേ അപ്പൻ്റെ മക്കളും, അതുകൊണ്ട് തന്നെ സാഹോദര്യ തുല്യത ഉള്ളവരുമാണെങ്കിൽ പിന്നെങ്ങനാ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാളും താഴെയാകേണ്ട അവസ്ഥ, ഇനക്വാളിറ്റി ഉണ്ടാകേണ്ട അവസ്ഥ? മറിച്ച് ഈക്വാളിറ്റി, സാഹോദര്യം, സമഭാവന, തുല്യതയല്ലേ ഉണ്ടാകേണ്ടത്? ഞാൻ ചിന്തിച്ചത് ആ ക്രിക്കറ്റിൻ്റെ ട്രോഫി മേടിക്കുന്ന രംഗത്ത് കണ്ട ആ സ്ത്രീകളുടെ, വനിതകളുടെ വളരെ നൈസർഗികമായ രീതിയായിരുന്നു. ജയിച്ചത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ അധ്വാനം മാത്രമല്ല, ഇതിൻ്റെ പുറകിലും ഇതിനു മുമ്പും അധ്വാനിച്ചവരെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഈ സ്ത്രൈണഭാവം സഭയിൽ എന്ന് കൂടിക്കൂടി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രൈണഭാവമുള്ള സ്ത്രീകൾ തന്നെ സഭയുടെ തീരുമാനമെടുക്കുന്ന വേദികളിലേക്കും അത് നടപ്പിലാക്കുന്ന അഡ്മിനിസ്ട്രേഷൻ്റെ രംഗത്തിലേക്കും വന്നാൽ പല പ്രശ്നങ്ങളും ഒഴിവായി പോകില്ലേ? ഉറപ്പായിട്ടും ഒഴിവായി പോകും. ഇതേറ്റവും ശക്തമായിട്ട് പറയുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ആളാണ് പോപ്പ് ഫ്രാൻസിസ്. സ്ത്രൈണഭാവത്തിൻ്റെ നന്മകൾ മുഴുവൻ സഭ ഉപയോഗിക്കണമെന്നും അതിനു വേണ്ടിയിട്ട് തന്നെ വത്തിക്കാനിലെ പ്രധാനപ്പെട്ട ജോലികളിലെല്ലാം വനിതകളെ നിയമിച്ചുകൊണ്ട്, അതും അതുവരെ കർദിനാളന്മാരും ആർച്ച് ബിഷപ്പുമാരും ഇരുന്ന പല ജോലികളിലേക്കും വനിതകളെ, സ്ത്രീകളെ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ട് പാപ്പ കാണിച്ചത് ഈ സ്ത്രൈണ സവിശേഷതകൾ സഭയുടെ തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രംഗങ്ങളിലേക്ക് വന്നാൽ സഭ ഒന്നുകൂടെ ക്രിസ്തീയമാകും, സഭ ഒന്നുകൂടെ ക്രിസ്തു ഭാവം ഉൾക്കൊള്ളും, സഭ ഒന്നുകൂടെ ക്രിസ്തുവിൻ്റെ സഭയായിട്ട് മാറും.